വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബത്തൂമിയിലാണ്, ഹോട്ടലിലാണ്. നമ്മളിത് ഇന്ന് ചെക്കൗട്ട് ചെയ്യുന്നില്ല, നാളെ ചെക്കൗട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിൽ ബ്ലാക്ക് സീ ആണ്. ഹോട്ടൽ ORBIയിലാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫ്രണ്ടിലാണെങ്കിൽ മഞ്ഞുമല കാണാം കേട്ടോ, കാണിക്കാം. അതിമനോഹരമായ മഞ്ഞുമലകൾ, ബാക്കിൽ ബ്ലാക്ക് സീ ഉണ്ട്. ഇന്ന് നമ്മൾ വേണമെങ്കിൽ പോകുന്നത് ഒരു ബോട്ടിങ്ങിനാണ്, ബത്തൂമി തന്നെ. ഇപ്പം നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം. ഏകദേശം ഒരാൾക്ക് 20 ലാറി കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ കയറി. ആദ്യം വളരെ പതുക്കെ പോകത്തുള്ളൂ. ഇത് നീങ്ങുന്നുണ്ടോയെന്ന് തന്നെ ഡൗട്ടായിരുന്നു. അതുമാതിരി പതുക്കെ, ഇതിന് ഇത്ര സ്പീഡുള്ളോ എന്ന് ആലോചിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബോട്ടിലുള്ളത്.
അങ്ങനെ തിരിച്ചു വരാൻ നേരം ഭയങ്കര സ്പീഡിലായിരുന്നു ബോട്ട് പോയത്. അതൊരു അടിപൊളിയായിരുന്നു. ഇപ്പത്തെറിച്ച് വീഴും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ നമ്മളൊരു അടിപൊളി ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് മക്കുന്ദ് സേത്തി എന്ന് പറയുന്നുള്ളൊരു വാട്ടർഫോളിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോളാണിത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സ്ട്രീറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് മെമ്മറീസിനൊക്കെ വേണമെങ്കിൽ നമുക്കിതൊക്കെ വേണമെങ്കിൽ മേടിച്ചിട്ട് പോവാം. പക്ഷെ ഭയങ്കര റേറ്റുമാണ് കേട്ടോ. ഇതാണ് മക്കുന്ദ് സേത്തി വാട്ടർഫോൾ എന്ന് പറയുന്നത്. അടിപൊളിയാണ്. അതിൻ്റെ അടുത്തൊക്കെ പോയി ഒന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്. ഭയങ്കര തണുപ്പുമാണ്. അതിൻ്റെ ആ ഡ്രിസിലിങ് പോലെ വാട്ടർഫോളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് തൂവാനം അടിച്ചിങ്ങനെ കയറുമ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ വാട്ടർഫോള്. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മൾ വാട്ടർഫോളിൽ നിന്ന് മക്കുന്ദ് സേത്തി ബ്രിഡ്ജ്, ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, വാട്ടർഫോളിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബ്രിഡ്ജ്. ഇത് 12-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ആർക്ക് ബ്രിഡ്ജാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന് സപ്പോർട്ടില്ലാതാണ് ഈ ബ്രിഡ്ജ് നിൽക്കുന്നത്. അങ്ങനെ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഇവിടെ ആണെങ്കിൽ റാഫ്റ്റിങ്ങും കയാക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ടൂർ ഗൈഡിൽ ഈ ഐറ്റിനറിയിൽ കയാക്കിംഗ് ഒന്നും എടുക്കത്തില്ല. ബിക്കോസ് ഇച്ചിരി കുറേ ആക്സിഡൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് കയാക്കിങ്ങും റാഫ്റ്റിങ്ങും ഒന്നും എടുക്കാറില്ല. പിന്നെ നമ്മുടെ റിസ്കിൽ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. നമ്മൾ ഉച്ചയ്ക്കൊന്നും അല്ല, ഉച്ചയ്ക്കത്തെ ഫുഡിനായിട്ടാണ് നമ്മൾ വൈകിട്ടാണ് കയറുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊരു ടൈമൊന്നും ഇല്ല നമ്മൾ ഇവിടെ വന്ന് ഫുഡിൻ്റെ കാര്യത്തിൽ.
ഫുഡ് അധികം മോശമാണ്, അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാറുമില്ല. ഇവിടെ ഒരു ജോർജിയൻ ക്യുസൈൻ ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. നമ്മൾ ഡിഷസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മളിങ്ങനെ മീറ്റ് കുറേ ഉണ്ട്. ലാമ്പുണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്, പോർക്കുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഇത് കബാബ് മാതിരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് തരും. ഇത് കുറച്ച് ഡെസേർട്ടുണ്ട്, പിന്നെ കുറച്ച് കറികളാണ് ഇതൊക്കെ. പോർക്ക്, ലാമ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ കുറച്ച് സാലഡ്സ് ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് കാണുമ്പോൾ കഴിക്കാൻ തോന്നത്തില്ലെങ്കിലും രുചിയുണ്ടായിരുന്നു. ഇത് കുറച്ച് ഹണി, പിന്നെ കുറച്ച് സൂപ്പൊക്കെയാണ് ഇതൊക്കെ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ കഴിക്കാനിരിക്കുമ്പോൾ നമുക്ക് കുറേ ബ്രെഡ് അങ്ങ് കൊണ്ട് തരും. അത് കോംപ്ലിമെൻ്ററി ആണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ലാമ്പ് കപ്സ, പിന്നെ കുറച്ച് ഇതെന്തോ ഒരു വൈറ്റ് റൈസ്, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. പിന്നെ കുറച്ച് ബ്രെഡ്, പിന്നെന്തുവായിരുന്നു, ഗ്രില്ല്, കബാബ്സ്, സ്മാഷ്ഡ് പൊട്ടാറ്റോസ്, ബ്രിഞ്ചാൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ സൂപ്പ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. നല്ലതായിരുന്നു, മോശം പറയാനൊന്നുമില്ല, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നു. ഇത് ഇവിടുത്തെ മലയൊക്കെ വന്നിട്ട് ഈ നെറ്റൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഉരുൾപൊട്ടലെങ്ങാനോ ഒക്കെ വന്നാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ വന്നത് ഒരു വാട്ടർഫോൾ കാണാനാണ്. ഇവിടെ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു വാട്ടർഫോൾ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനൊരു പ്രതിമയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് തുർക്കി ബോർഡറാണ്. അവിടെ ഒരു ഫ്ലാഗ് കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. ജോർജിയൻ ഫ്ലാഗും തുർക്കി ഫ്ലാഗും ഉണ്ട്. അവിടോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇത് ബ്ലാക്ക് സീ ആണ്. പിന്നെ നമ്മൾ പോകുന്നത് ഇനിയും കേബിൾ കാറിലാണ്, ബത്തൂമിയിലെ കേബിൾ കാർ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ഫോട്ടോസൊക്കെ എടുക്കും. ആദ്യമേ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുമ്പം ഏകദേശം ഒരാൾക്ക് 24-25 റിയാല ലാറിയാണ്. ഇവിടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കേബിൾ കാറിൽ കയറാൻ പോകണം. ഒരു കാറിൽ 8 പേര് പോവാം. അപ്പോൾ നമ്മൾ കയറി കുറച്ച് വ്യൂസൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു. ഇതിലും നല്ലത് രാത്രിയിലെ വ്യൂ ആണ്. അങ്ങനെ കേബിൾ കാറിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിൽ വന്നിറങ്ങി. ഇവിടെ ആണെങ്കിൽ നമ്മൾ ആദ്യമേ എടുത്ത ഫോട്ടോസ് ആണെങ്കിൽ അവർ ഫ്രെയിം ചെയ്ത് തരും.
ഇങ്ങനെ പല പല ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട്. പക്ഷേ നമ്മളതൊന്നും മേടിച്ചൊന്നുമില്ല. ഇവിടെ അങ്ങോട്ട് പോയി കുറച്ച് ബത്തൂമി സിറ്റിയൊക്കെ നമുക്ക് നൈറ്റ് വ്യൂവിലൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഈ നൈറ്റ് വ്യൂ ഒന്ന് കാണാം, അല്ലെങ്കിൽ ഈവനിങ് വ്യൂ. ഞങ്ങൾ പോയപ്പോൾ ഈവനിങ് വ്യൂ കാണാം. നമ്മളതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് തിരിച്ചു വന്നു. ഇതാണ് കേബിൾ കാറിലെ നൈറ്റ് വ്യൂ. ഇത് നമ്മൾ പകലിൽ പോകുന്നതിനേക്കാട്ടിലും രാത്രിയിൽ അതിമനോഹരമാണ് ഈ സംഭവം കാണാൻ. ബത്തൂമി സിറ്റി ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോയത് ആൽഫബറ്റിക് ടവറിലാണ്. അതായത് ജോർജിയയുടെ ആൽഫബറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു DNA സ്ട്രക്ചറിലാക്കി പണി കഴിപ്പിച്ചൊരു ബിൽഡിംഗ് ആണിത്. ഇത് ഏകദേശം ഒരു 33 ലെറ്റേഴ്സ് ഉണ്ട്, ജോർജിയൻ ആൽഫബറ്റ്സ്. ഇതിനൊരു 130 അടിയോളം ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ മേളിലൊക്കെ പോയി നമുക്ക് ബത്തൂമി സിറ്റിയൊക്കെ കാണാം. ഇതാണ് അലി ആൻഡ് നീനോ എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു. ഇത് അലി എന്ന് പറയുന്നൊരു മുസ്ലിം ബോയും നീനോ എന്ന് പറയുന്ന ഒരു പ്രിൻസസ്സും ആയിരുന്നു. ഇവരുടെ ലവ് സ്റ്റോറിയാണ്. ഇതിനെ പറ്റി ഒരു ഫിലിമൊക്കെ ഉണ്ട്. ഇത് ഒരേ സമയം സന്തോഷവും ഒരേ സമയം സങ്കടവും ഉണ്ടാക്കുന്നൊരു സ്റ്റാച്ചു ആണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളൊരു ജൈൻറ്റ് വീലിലൊക്കെ കയറി അതിനകത്തൊക്കെ കുറച്ച് നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോയി. നാളെ നമ്മൾ ഹോട്ടലിൽ ORBIന്ന് ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ.